ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒമാനിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിന്. അപ്പോൾ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ട് പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും തന്നെ കാണാം. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന ടൈം നല്ല പനിയും ത്രോട്ട് പെയിനൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരുക്കങ്ങളും അങ്ങനത്തെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിലുള്ള ഈ ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുമ്മക്കായൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെയും സുഖമില്ലാണ്ടായി. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു ലെവലായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ടൈം പുഴുങ്ങിയിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഫ്രൈ ആക്കി എടുക്കൽ. അപ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ കിട്ടും നമ്മളെ കല്ലുമ്മക്കായ്ക്കൊക്കെ. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്താൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതാ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ വന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഈൽസാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ ഈൽസ് ഇടലില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഈൽസ് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഈൽസ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഈൽസാണ്. നല്ല ഹൈ ഹീലൊന്നുമില്ല, ചെറിയൊരു ഹീലായിട്ട് വരുന്ന ഷൂ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ഇതാ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നുണ്ടായിന്. അപ്പോൾ നമ്മൾ മാക്സൊന്നും ലുലുന്നൊക്കെ ആയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഒന്നും ഇടണ്ടെന്നാണ് വിചാരിച്ചത്. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് പിന്നെ ഇടണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ നമ്മളെന്തായാലും കഷ്ടപ്പെട്ട് എടുത്തതല്ലേ. അപ്പോൾ വീഡിയോ ഇടാണ്ട് നിൽക്കുമ്പോൾ നല്ല വിഷമമാണ്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്ബേഴ്സിനൊക്കെ ഒന്ന് കൊടുക്കാനുണ്ടായിന്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റേർഡ് ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കൽ. നമ്മൾ കഴിക്കുന്ന കുറച്ച് മുമ്പാണ് ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കൽ. ഞാനിപ്പോൾ ഫ്രൂട്ട്സായിട്ട് മാംഗോ, ആപ്പിളും പിന്നെ കുറച്ച് മുന്തിരി എടുക്കുന്നുണ്ട്. അനാറും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് നട്ട്സും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആവും. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ കഴിക്കുന്ന കുറച്ച് മുന്നേ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ട് തണുപ്പിക്കാൻ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കസ്റ്റേർഡൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അത് പുഡിംഗ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇത് കസ്റ്റേർഡ് പുഡിംഗ് ആക്കിയിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയതിന് പിന്നെ ഇതാ നമ്മൾ കസ്റ്റേർഡും കൂടി ഉണ്ടാക്കിന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലഞ്ചിന് കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ പുറത്തൊന്നും പോയിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ പിറ്റേത്തെ ദിവസമാണ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായത്. ഒരു ഈവനിങ്ങിലായപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് പിന്നെ ഉച്ച ടൈമൊന്നും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അത്രയും നല്ല ചൂടാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളൊരു മഗ്‌രിബെല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു പാർക്കുണ്ട്. പാർക്ക് എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ തീം പാർക്കാണ്. ചെറിയ പിള്ളേർക്ക് മാത്രം കളിക്കാൻ പറ്റിയതാണ്. ഇവിടെ ഒരു 3 വയസ്സിൻ്റെ മുകളിലേക്കാണ് എൻട്രി ഉള്ളത്. അപ്പോൾ ഒരു 6 വയസ്സ് വരെ ഉണ്ട്. അപ്പോൾ കുറച്ച് വലിയ പിള്ളേർക്ക് അതിൻ്റെ അടുത്ത് വേറെ ഒരു പാർക്കുണ്ട്. അങ്ങനെ പിള്ളേർ കുറേ സമയം അവിടെ നിന്ന് കളിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ.
ഇടുന്നതാണ്